ഇന്ന് നമുക്കൊരു വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കിയാലോ? മുട്ടയും ഉരുളക്കിഴങ്ങും കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കിടിലൻ സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി സ്നാക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ വൈകിട്ട് 4 മണിക്ക് ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 പൊട്ടറ്റോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ പൊട്ടറ്റോ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിൽ ഒരു 6 വിസിൽ വരുന്നത് വരെയാണ് കേട്ടോ അത് പുഴുങ്ങിയെടുത്തത്. എന്നിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്താലും മതി. അപ്പോൾ നല്ല പോലെ ഉടഞ്ഞ് കിട്ടണം കേട്ടോ, അതിനാണ് ഇപ്പോൾ ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പൊട്ടറ്റോ എല്ലാം ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ മിക്സിംഗ് ബൗൾ എടുക്കുക. എന്നിട്ട് അതിലോട്ട് ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ നല്ല പോലെ വേവിച്ചുടക്കണം കേട്ടോ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ല പോലെ സോഫ്റ്റ് ആയാൽ മാത്രമേ നമുക്കിത് നല്ല പോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നല്ല പോലെ ഇപ്പോൾ ഇവിടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള അതുപോലെ കൊത്തി അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഒരു ചെറിയ സവാള മതി കേട്ടോ, അധികം ഒന്നും ചേർക്കേണ്ട. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മാത്രം മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ 1 ടീസ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്തത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ചെറുതായി കട്ട് ചെയ്ത മല്ലിയില കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് തന്നെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവി കൊടുക്കുക, കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് 2 പോർഷനായിട്ട് തിരിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വലിയൊരു ബോൾസാണ് ഇത് ആക്കി എടുക്കേണ്ടത്. ഇതുപോലെ നല്ല ഷേപ്പിൽ ബോൾസ് ആക്കി എടുക്കുക. അതിനുശേഷം ഇത് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിൽ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് പരന്ന് കിട്ടും. നമ്മൾ കട്ട്ലറ്റൊക്കെ ഷേപ്പ് ചെയ്തെടുക്കൂലേ, അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നല്ല പോലെ പുഴുങ്ങിയൊരു മുട്ട വെച്ചെടുക്കണം. മുട്ട ഇതിൽ വെച്ചിട്ട് മുട്ട കവർ ചെയ്യത്തക്ക രീതിയിൽ ഇതൊന്ന് പൊതിഞ്ഞെടുക്കുക. കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ കൈകൊണ്ട് നല്ലൊന്ന് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മളൊരു മുട്ടയുടെ ഷേപ്പിൽ തന്നെയാണ് ഇപ്പോൾ ഇതാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൈകൊണ്ടൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടി എടുത്താൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ നല്ല പോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല തിക്കും അല്ല നല്ല ലൂസും അല്ലാത്തൊരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ നോക്കിയിട്ട് വേണം നിങ്ങൾ വെള്ളം ചേർക്കാൻ. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ മുകളിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ബ്രെഡ് പൊടിച്ചതാണ്. ഞാനിവിടെ 4 ബ്രെഡാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ ബാറ്ററിലൊന്ന് മുക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ മൈദ എടുത്തതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. അതിനുശേഷം നമ്മൾ ബ്രെഡ് പൊടിച്ചതിൽ ഇത് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ബ്രെഡ് പൊടിച്ചതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ റസ്ക് പൊടി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പിൽ തന്നെ കിട്ടിക്കോളും. ശരിക്കും പറഞ്ഞാൽ അതൊരു എമ്മുവിൻ്റെ എഗ്ഗിൻ്റെ പോലെയൊക്കെ ഉണ്ടല്ലേ അതിൻ്റെ ഷേപ്പ്. വലിയൊരു മുട്ടയുടെ ഷേപ്പിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മറ്റതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അതിനുശേഷം വേണം ഫ്രൈ ചെയ്യാൻ. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നല്ല ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്യാണ്. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലോട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ ബ്രെഡ് പൊടിച്ചതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളൊരു 15 മിനിറ്റ് നേരം ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ഷേപ്പിൽ കിട്ടും, പൊടിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ ഏത് സ്നാക്കാണെങ്കിലും നമ്മൾ ഷേപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രക്കും നല്ലതാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട് കേട്ടോ. തിരിച്ചും മറിച്ചിട്ടിട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ കാണാൻ തന്നെ നല്ല ലുക്കുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
പിന്നെ എന്താ, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ ഇത് ഉണ്ടാക്കാൻ. മുട്ടയും ഉരുളക്കിഴങ്ങും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉള്ള 2 ചേരുവകളാണ് മുട്ടയും ഉരുളക്കിഴങ്ങും. അപ്പോൾ നമുക്കിത് ചൂടോട് കൂടി തന്നെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ 2 ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് 4 പേർക്കൊക്കെ കഴിക്കാം. ഓരോ പീസ് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും കേട്ടോ, അത്ര വലിപ്പമുള്ള സ്നാക്കാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കാണാൻ തന്നെ എന്ത് ഭംഗിയാലേ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് 4 ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത അളവ് കുറച്ചും കൂടെ കൂട്ടി എടുത്താൽ മതി. ഡബിളായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് 4 സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കിടിലൻ സ്നാക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ കാണും കേട്ടോ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്